ഹായ് ഫ്രണ്ട്സ്, എല്ലാവരെയും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തു. അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് രാമക്കൽ കല്ലും അതുപോലെ ആമപ്പാറ വ്യൂ പോയിന്റ് നമ്മൾ കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്റ്റാച്യു ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് രാമക്കല്ലിലേക്കാണ്. സോ രാമക്കല്ലിലേക്കുള്ള യാത്ര കാടിലൂടെ ഉള്ളേരിയിലൂടെ ഒരു യാത്ര പോകാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല വൈബില്ല ഏരിയ ആണ്. സോ നമ്മൾ ചെറിയൊരു മിറിൻ്റെ കൈ കരുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യാം നമുക്ക്. സോ അപ്പോൾ എല്ലാവരും ഇതുവഴി വന്നിട്ട് ഇപ്പോൾ ഇനി മല കയറാൻ ബുദ്ധിമുട്ടാണ്, ബസ്സിലേക്ക് ഇരിക്കണേ, അത് നിങ്ങളെ നഷ്ടമാണ്. എന്താ പറയാനുള്ളത്? തീർച്ചയായും അടിപൊളി ഏരിയയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എൻജോയ് അല്ലേ? അതെ. സോ നല്ല ഏരിയ അടിപൊളി ഏരിയ നിങ്ങൾ കാണാൻ കഴിയും. ഓക്കെ, പറയേ. കാരണം എന്താ വെച്ചാല് ഇത് കേരള 1.5 കിലോമീറ്റർ ആണ് സാർ നമ്മളോട് പറഞ്ഞത്. അപ്പൊ അത്രയും കയറാതെ ഇവിടെ വരെ വന്നാണ്ട് നഷ്ടം നഷ്ടമാണ്. നല്ല സുവർണ കാലത്തിൽ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും പോകുന്ന വഴികളിൽ നമുക്ക് കാത്തിരിക്കുന്നത് ഒരുപാട് കാഴ്ചകളാണ്. ഓക്കെ, ചെറിയ ഇടവഴികളിലൂടെ എല്ലാവരും ഒന്നിച്ച് നടന്നു. സത്യം പറയാലോ, ഇത് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ഇത്തരത്തിലുള്ള യാത്ര ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതുമാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെറിയ യാത്രകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതായത് കാടുകളിലൂടെ, അതായത് ചെറിയ ഇടവഴികൾ രണ്ട് സൈഡിലും അടിപൊളിയായിട്ടുള്ള കാടാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിച്ചു. അവിടെ എത്തിയാലും നമ്മൾ അടിപൊളിയായിട്ടുള്ള യാത്രയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റും ഒരു ഏരിയയാണ്. ഇപ്പം നമ്മൾ പോയതൊരു വൈകുന്നേരമാണ്. സത്യം പറഞ്ഞാൽ രാവിലെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല മഞ്ഞും ഒക്കെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആ സമയത്ത് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ കിടലനായിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറഞ്ഞാൽ. കാരണം നല്ല കാഴ്ചകളുണ്ട്. പോരാത്തിന് അത്യാവശ്യം കുഴപ്പമില്ല, ചൂടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതായാലും പോകുന്ന വഴികളിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ കഴിയും. ഞാൻ വീണ്ടും കാഴ്ചകളെന്ന് പറയുന്നില്ല, എന്തായാലും നിങ്ങൾ വീഡിയോയിൽ തന്നെ കറക്റ്റായിട്ട് എല്ലാം കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നടന്നു. മാത്രമല്ല പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും കയ്യിൽ എന്തെങ്കിലും വെള്ളമായിട്ട് എന്തെങ്കിലും കരുതുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെക്കാട്ടിലും മുന്നിൽ എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളെക്കാട്ടിലും മുന്നിൽ നടന്നതുകൊണ്ട് തന്നെ അവർക്ക് ഫാസ്റ്റായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചെറിയ വഴികളിലൊക്കെ ചെറിയ തടസ്സങ്ങളുണ്ട്. അതായത് മുളകളൊക്കെ പൊട്ടി വീണ വഴികളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, അതൊക്കെ മറികടന്ന് തന്നെ എന്തായാലും പോകണം. ഓക്കെ, രാമകല്ല് പറയുമ്പോൾ അത്യാവശ്യം ദൂരം നമുക്ക് അവിടുന്ന് കയറാനുണ്ട്. അത്യാവശ്യം ദൂരം നമുക്ക് അവിടുന്ന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും വെള്ളം എന്തായാലും കയ്യിൽ കരുതണം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ കാണാൻ ഗുഹ പോലെ ഏതായാലും സാഹസികമായ വഴികളൊക്കെയാണ്. അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. വേറെ മിസ് ചെയ്യണ്ട. കാടിന്റെ ഉൾഭാഗത്തൂടെ നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകാറുമ്പോൾ അത് അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സോ അങ്ങനെ എല്ലാവരും കൂടി മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഒരുപാട് പേര് തിരിച്ചു വരുന്നുണ്ട്, മുകളിൽ പോയവർ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കിട്ടാൻ വേറെ റിസ്ക്കാണ്. ഒരുപാട് വഴികൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ എത്തിയ വഴി കയറുമ്പോൾ കുറച്ച് റിസ്ക്കാണ് മുകളിലേക്ക് കയറാൻ. എന്നാലും രണ്ട് വഴികളുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കയറാൻ കഴിയും. ഓക്കെ, ഒരാളുടെ സഹായം എന്തായാലും വേണം. അപ്പോൾ അവിടെ അങ്ങോട്ട് അടുത്തൊരു സ്റ്റെപ്പിൽ നമ്മൾ മുകളിൽ എത്തുമ്പോൾ കിട്ടുന്ന കാഴ്ചയാണ് നമ്മളെ ബസ് ആണ് അവിടെ കാണുന്നത്. ഓക്കെ, നമ്മളെ ബസ് അവിടെ നിന്ന് കാണാൻ കഴിയും. തുടങ്ങിയിട്ടുള്ളൂ. ഗെയ്സ്, പിന്നെ ഏരിയ വഴികൾ കുറേ ഉണ്ടാവും. അപ്പോൾ എല്ലാ വഴി കൂടിയും പോയോക്കണ്ട. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് പോവുക. വഴി തെറ്റി പോകുന്നവർ നല്ലതായിരിക്കും. കാഴ്ചകൾക്ക് പുറമെ നമുക്ക് തോന്നുന്നു ഫോട്ടോ എടുക്കാനും പറ്റിയ ഏരിയകളാണ് ഇവിടെ ഉള്ളത്. മാക്സിമം എല്ലാവരും എൻജോയ് ചെയ്യാം. അത് നമ്മൾ മിസ്സായി മിറണ്ട കൊടുത്തിരിക്കുന്നു. വീഡിയോ എടുത്ത് പോകുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചെറുതായി സ്ലിപ്പായി പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോകും. നമ്മളൊരു ഗിവ് അവേ കൊടുക്കാം. ഗിവ് അവേ ആരാണ്?
സബ്സ്ക്രൈബ് ചെയ്ത കൊണ്ട കാണിച്ചോണ്ട് ഇപ്പൊ ബ്രോഡ്കാസ്റ്റ് ചാനലിലും കൊണ്ടാണ്. സോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് അധിക ദൂരമില്ല. ഏതായാലും നമ്മളിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങനെ പിറകിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അധിക ദൂരമില്ല, നമ്മൾ ഏകദേശം ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് കിട്ടില്ല പാറയുടെ ഏകദേശം രാമക്കൽക്കല്ലിൻ്റെ ഏകദേശം വ്യൂസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയല്ലേ, സാഹസികല്ലേ. പറയാനുള്ളത് വെച്ചാൽ ആരും വെറും കയ്യോടെ ഇങ്ങോട്ട് വരരുത്. ജസ്റ്റ് എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാം, എന്തെങ്കിലും വെള്ളം ഓക്കെ എന്തെങ്കിലും വാങ്ങാം, അല്ലാതെ നടക്കൂല. എന്തെങ്കിലും പറയണോ? വാട്ടർ മസ്റ്റ്. വാട്ടർ മസ്റ്റ് ആണെന്ന് പറയാം. കൊങ്ങയോ ചെയ്യണ്ട നല്ലോണം. പക്ഷെ ഇത് കയറി പറ്റുമോ? കയറുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വൈബ് ഓക്കെ അത് കിട്ടുള്ളൂ. പ്രണവ് എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോ ഏകദേശം കുറച്ചൊക്കെ ലെങ്തി ആയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ കാണാൻ കഴിയും. അതായത് ഇപ്പോൾ നമ്മൾ ആ ഒരു രാമക്കല്ലിനെ ലക്ഷ്യം വിട്ട് നമ്മൾ വരുന്ന ഒരു ഭാഗത്താണ്. അപ്പോൾ ഒരുപാട് പേര് ഇവിടെ എത്തുമ്പോഴത്തേന് ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം അത്രയും മുകളിൽ എത്താനും ഉണ്ട്. ഇനി ഒരുപാട് നമ്മൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും നമ്മൾ എവിടെ നിന്നാണ് യാത്ര. നമ്മൾ ആ മലയിൽ നിന്നാണ് നടന്നു വന്നത്. കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു യാത്ര ഇനി കിട്ടൂല. ചെറിയ കുഴക്കമൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവിക. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു വൈബ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വന്നത് പറ്റുള്ളൂ. കാരണം നമ്മൾ അവിടെ കണ്ട മല നമ്മൾക്ക് ഡയറക്റ്റ് കയറാൻ പോകാം. സൂസൈഡ് പോയിന്റ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കയറാൻ പോകണേ. ഏതായാലും പോകുന്ന വഴികളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കാണാൻ കഴിയും. ചെറിയ ചെറിയ ഇടവഴികളാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഏകദേശം നമ്മളൊപ്പം ഒരുപാട് പേര് മുകളിൽ എത്തിയിട്ടുണ്ട്. ആദ്യം പോയ ഒരുപാട് പേര് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിട്ടിലിനായിട്ടുള്ള വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി അധിക ദൂരമൊന്നും ഇല്ല. ഏതായാലും സത്യം പറയാമല്ലോ ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അതായത് ഈ ഒരു വലിയൊരു കല്ല് മുകളിലേക്ക് ഏറ്റവും മുകളിലേക്ക് എത്തുക എന്നൊക്കെ പറയുമ്പോൾ കിട്ടുകയാണ്. സോ നമുക്കിതിന് ഏറ്റവും മുകളിലെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് സഞ്ചരിക്കാം. അത് സാഹസം കൂടും. സംഭവം പൊളിയാണ്, പക്ഷെ കുറച്ച് റിസ്ക് എടുക്കാം നമ്മൾ. ഓക്കെ, അവിടുന്ന് കാണുന്ന പോലെയല്ല. നമ്മൾ ഈ ഒരു ഭാഗത്തോടെ നിൽക്കുമ്പം നല്ല വ്യൂ ആണ് പറഞ്ഞിട്ട് കാല. കുറച്ച് ഡേഞ്ചറസ് ഏരിയ ആണ്. നമ്മൾ നോക്കി കണ്ട് പോയിട്ടില്ലെങ്കിൽ മേലെത്തൂല. ഓക്കെ, എൻജോയ് ഗൈസ്. സോ നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഏതായാലും അവരൊക്കെ താഴെ നിന്ന് ഓടിയിട്ടൊക്കെ വരുന്നുണ്ട്. മുകളിലെത്തുമ്പോഴേക്കും ഏതായാലും ഒരുവിധമാവും. എന്തായാലും നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് പാറയിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം. ഏതായാലും ഞാൻ മുകളിലേക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. കുറച്ച് സാഹസം കൂടുതലുള്ള യാത്രയാണ്. ഓക്കെ, വെള്ളക്കുപ്പ് എല്ലാവരും മസ്റ്റ് ആയിട്ട് കയ്യിൽ കരുതണം, അല്ലെങ്കിൽ ഒന്നും നടക്കൂല. നമുക്ക് അത്രയും മുകളിൽ കയറാനുള്ളതാണ്. സോ നല്ല കാറ്റുള്ള ഏരിയ ആണ്, നല്ല വ്യൂ ഉണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നല്ല കാറ്റാണ്, അടിപൊളിയായിട്ടുള്ള കാറ്റാണ്. അതുകൊണ്ട് നമുക്ക് ക്ഷീണം എന്തായാലും അറിയില്ല. ഓക്കെ, നമ്മൾ ഒരു കുപ്പി വെള്ളം കൂടി ഉണ്ടെങ്കിൽ ദാഹം ഉണ്ടെങ്കിൽ ആ ദാഹം അകറ്റാം. പക്ഷെ നമുക്ക് ക്ഷീണം എങ്ങനെയുണ്ട്? കേട്ടു. അങ്ങനെ നമ്മൾ ഒരുപാട് നടന്ന് രാമക്കല്ലിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് താഴേക്ക് ഇറങ്ങി. സാഹസികമായ യാത്രകളാണ്. നമ്മൾ മുന്നോട്ട് പോവാണ്. ഒരുപാട് പ്ലാസ്റ്റിക് ഇങ്ങനെ നമ്മൾ രാമക്കല്ലിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. സൂസൈഡ് പോയിന്റ് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ തന്നെ അപ്പോൾ എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് കിട്ടും. എന്തായാലും ചിലർക്കൊക്കെ പേടിയായിരിക്കും, കാരണം വലിയ പാറയാണ്, താഴോട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പേടിയുടെ ഒരു അനുഭവം നമുക്ക് എന്തായാലും കിട്ടും. കാരണം അത്രയും നല്ല ഉയരമുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കാറ്റ് നിലവിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് കാണാൻ കഴിയും, കാറ്റടികൾ കറക്റ്റായിട്ട് കാണാൻ കഴിയും. സോ രണ്ടാമതൊരു വ്യൂ പോയിന്റ് നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ കാണാം, അതിൻ്റെ തൊട്ട് ഭാഗത്തായിട്ട് ലൈഫിൽ നിങ്ങളെ മിസ് ചെയ്യാം. ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ഏരിയ എനിക്ക് കിട്ടും. അത്ര അടിപൊളി വൈബാണ്. അതായത് ഇവിടെ കയറി മുകളിലെത്തിൽ കുറച്ച് ടാസ്ക് ആണെങ്കിലും നല്ലൊരു വൈബ് നമുക്ക് കിട്ടും. പേടിക്കുന്നവർക്ക് പേടിക്കാം, പക്ഷെ എൻജോയ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണിത്. ആരും മിസ് ചെയ്യരുത്. ഏതായാലും പടുക്കുറ്റും പാറകള്. സോ തൊട്ട് താഴെ ആ വലിയ കൊക്ക. സോ ഇവിടെ നിന്നൊക്കെ സൂസൈഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ്. പക്ഷെ എത്ര പേരാണ് സൂസൈഡ് ചെയ്തതെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഏതായാലും ഈ ഒരു പ്രദേശം രാമക്കല്ലിലേക്ക് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം. സോ കയറുന്ന കാര്യം ആലോചിക്കുമ്പോഴും ഇറങ്ങുന്ന കാര്യം ആലോചിക്കുമ്പോഴും കുറച്ച് ടെൻഷനാണ്. കാരണം ചിലർക്കൊക്കെ ഈ ഒരു ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഭയം, മീൻസ് എന്തെങ്കിലും തോന്നും. നമ്മൾ പെട്ടെന്ന് താഴോട്ട് നോക്കും. എനിക്ക് ചെറുതായിട്ട് ചെറിയൊരു ടെൻഷനിലൊക്കെ പോലെ എങ്ങനെ ഇനി അടിയിലേക്ക് ഇറങ്ങുക. ഓക്കെ, സോ ശരിക്കും നല്ലൊരു വൈബാണ്. പക്ഷെ വൈബിലൊരു ഏരിയയാണ്. മാക്സിമം എല്ലാവരും മുകളിൽ വരെ എത്താൻ കൂടി ശ്രദ്ധിക്കുക. ഒരു വ്യൂ പോയിന്റ് വേറെ ഉണ്ട്. സോ മാക്സിമം നിങ്ങൾ അങ്ങോട്ട് പോകണമെങ്കിൽ അതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും. സോ അപ്പോൾ ഇനി നമുക്ക് ഏതായാലും താഴോട്ട് ഇറങ്ങിയാലോ? അടുത്തൊരു വ്യൂ പോയിന്റ് കാണാം. താഴത്തെ ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ളത്. തൊട്ടടുത്ത പ്രദേശം മുഴുവൻ നമുക്ക് ഇവിടുന്ന് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. ചുറ്റിലും ഏതായാലും കുരങ്ങുകളൊക്കെ ഉണ്ട്. കുരങ്ങുകൾ വരുന്നതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കയ്യിൽ കരുതുമ്പോൾ ജസ്റ്റ് അത് ആ ഒരു ടൈമിലേക്ക് അവിടെ നിന്ന് ഒഴിവാക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവരും താഴെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. സോ അപ്പോൾ നമുക്കൊരു ചലഞ്ച് ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മൾ ഇരിക്കുകയാണ്. ഇവിടെ നീച്ച് നിന്നാലാണ് ഡേഞ്ചർ ആയിട്ട് നമുക്ക് തോന്നുന്നത്. അതായത് തലറങ്ങണ പോലെയൊക്കെ തോന്നാം. നമ്മൾ ചലഞ്ച് ആയിട്ട് എടുക്കാം. ഇവിടെ നീച്ച് നിന്നിട്ട് ജസ്റ്റ് ചുറ്റും നോക്കാൻ പോലെ നീച്ചുന്നു. അപ്പം എന്തായാലും ഫോട്ടോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു. കാരണം ഏതായാലും ഇതൊക്കെ ഒരു ജീവിതത്തിൽ നമ്മൾക്ക് എന്തായാലും ഓർമ്മകളായിട്ട് എടുത്തു വെക്കേണ്ടതല്ലേ. റിയലി അമേസിംഗ്. നിങ്ങൾ ഇനി കണ്ടോ പോകുന്നതല്ല ലോകം. ഇതാണ് ലോകം. ലോകത്തിന്റെ നിങ്ങൾ ഇനി കണ്ടോ പോകുന്നതല്ല ലോകം. ഇതാണ് ലോകം. ലോകത്തിന്റെ ആദ്യം അവിടെ ആയിരുന്നു. അവിടുന്ന് താഴത്ത് ഇറങ്ങിയിട്ട് കുറച്ച് അവിടുന്ന് ചെറിയ ടാസ്ക് ഉണ്ട്. അവിടുന്ന് ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്പോട്ടിൽ എത്തിയത്. വമ്പ സ്പോട്ടാണ്. അപ്പോൾ ഇവിടേക്ക് എന്തായാലും വരിക. നിങ്ങൾക്ക് പിക്ക് എടുക്കാനാണെങ്കിലും ജസ്റ്റ് ടൈമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഏരിയയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വ്യൂ കണ്ടു രാമക്കൽമേട്ടിൽ. അങ്ങനെ ഇനി നമ്മൾ പോകാൻ പോവാണ്. സോ നമുക്ക് തിരിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഏകദേശം നമ്മൾ കൂടുതൽ ടൈം ഇവിടെ നമ്മൾ എന്തായാലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയാണ്. പോകുന്ന വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയായിട്ടല്ല, ഒരുപാട് വഴികൾ ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊരു വഴികളിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അഥവാ വഴി തെറ്റി ഒറ്റപ്പെടുകയോ. ഈ മലമുകളിൽ ഈ ഒരു പൂവ് ആരും കാണാതെ പോരുത്. എല്ലാവരും ആ റൂട്ടിലേക്ക് കയറി പോവാ. അപ്പൊ ഇത് കണ്ട താല്പര്യമുള്ളവരൊക്കെ ഇവിടെ നിന്ന് പിക്ക് എടുത്ത് പോയിക്കോട്ടെ. ഇത് പറഞ്ഞാല് ഒരു ഏരിയ കൂടെ മാത്രമല്ല, നമുക്കിപ്പം ഏത് ഏരിയ കയറിയാൽ വ്യൂ ആണ്. സോ നമ്മളങ്ങനെ ആ കുന്ന് അത് കയറി അതിന് താഴത്തുള്ള വ്യൂ കണ്ട്
എല്ലാം കണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും പറയാം നല്ലൊരു എക്സ്പീരിയൻസ്. ഇത് രാമക്കൽമേടാണ് സ്ഥലം. ഞാൻ സ്ഥലം ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. സോ രാമക്കൽമേടിലെ അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിന്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു മല നിങ്ങൾ തീർച്ചയായിട്ടും കാരണം. സോ അവിടെ 2-3 ചെറിയ വ്യൂ പോയിന്റ്, സ്റ്റാച്യു, അങ്ങനെ ചെറിയ 2-3 വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കയറണം ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എല്ലാവരും. ഈ ഒരു രാമക്കൽമേടിൽ ഈ ഒരു പാറ കയറി ഇറങ്ങുകയാണെങ്കിൽ അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അത് ഷുവറാണ്. കാരണം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇപ്പം ഞങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. സോ ശരിക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, പ്ലേസാണ്. പിന്നെ എല്ലാവരും മാക്സിമം എത്താൻ നോക്കുക. ഒറ്റയ്ക്ക് മാറി നിന്ന് വ്ളോഗ് എടുക്കാൻ, കാരണം അവിടെ നല്ല ഒച്ചപ്പാടും ശബ്ദങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ലൈവായിട്ട് വ്ളോഗ് എടുക്കുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടൂല എന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാൻ അത്ര വലിയ യൂട്യൂബറോ അല്ലെങ്കിൽ അത്ര വലിയ വ്ളോഗറും കാര്യങ്ങളോ അല്ല. പക്ഷെ ഞാൻ പോകുന്ന എല്ലാ വീഡിയോസും മാക്സിമം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കലുണ്ട്. അപ്പം ഇത് ഞാൻ എത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് പോരാൻ തോന്നട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതുവരെയൊക്കെ വന്നിട്ട് ചിലപ്പോൾ ഇത് മുഴുവനൊന്നും കയറാതെ തിരിച്ചു പോയ ഒരുപാട് പേരുണ്ടാവും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം. വന്നിട്ട് കറക്റ്റായിട്ട് ഏറ്റവും മുകളിൽ പരമാവധി മാക്സിമം എത്താൻ നോക്കുക. നിങ്ങൾ എല്ലാവരും എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ചെറിയൊരു ഭയം അത് സ്വാഭാവികമാണ്. കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പം മാക്സിമം എല്ലാവരും വരാൻ നോക്കാം. മാക്സിമം സെറ്റാക്കുക എല്ലാവരും. ഓക്കെ, സൂസൈഡ് വ്യൂ പോയിന്റ് അല്ല, ഇവിടെ അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ആ കുന്നിൻ്റെ മുകളിൽ, നമ്മൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് ആദ്യം എത്തിയിരുന്നത്. സോ അവിടെ നിന്ന് നമുക്ക് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ അതൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞു വരും. പിന്നെ എന്തായാലും ശ്രദ്ധിച്ച് വരണം. ഓക്കെ, ചെറിയ കുട്ടികളായിട്ട് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, നിങ്ങൾ അത്യാവശ്യം നല്ല പ്രായമുള്ളവരൊക്കെ മാക്സിമം, അതായത് കുറച്ചൊക്കെ ധൈര്യം കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾക്ക്. ഓക്കെ, അതിനനുസരിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം നല്ല വ്യൂ മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. ലൈഫിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കണം. കാരണം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അവസരം മാത്രമല്ല, നല്ല വ്യൂവും കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. നല്ല വ്യൂവും കാര്യങ്ങളുള്ള ഒരു അവസരം കൂടിയാണിത്. മാക്സിമം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യാം. അപ്പം ഇനി ഇറങ്ങുന്ന വീഡിയോ ഫുൾ എടുക്കുന്നില്ല, കാരണം വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് വരും. സോ അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഓക്കെ, നമുക്ക് പോകാൻ ടൈമായി. അപ്പം ഇനി താഴത്തതായിട്ടുള്ള എല്ലാം നമ്മൾ മാക്സിമം ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഒരുപാട് പേരുണ്ട് അവിടെ. താഴേക്ക് പോവാണ്. ഓക്കെ, നമുക്ക് ടൈം ആയിട്ടുണ്ട്. എല്ലാവരും ക്ഷീണിതരായിരിക്കും എന്തായാലും. അപ്പോൾ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു. അതുപോലെ ഞാൻ കുറച്ചുകൂടി ചെറിയ വീഡിയോസ് നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു. അതുപോലെ രണ്ടാമത് നമ്മൾ ലിവിൽ പോയിട്ട് എൻ്റെ പേരിൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതും നിങ്ങളെ കാണിക്കാനുണ്ടായിരുന്നു. സോ ആ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു വ്യൂ, കിഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലെ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും രാമക്കൽമേടിൽ എത്താൻ നോക്കണം. കാരണം രാമക്കൽമേടിലെ ഏറ്റവും കിഡിലായിട്ടുള്ള സ്ഥലമാണിത്. സോ ഗെയ്സ്, നമ്മളിതാ അങ്ങനെ മല കയറി ഇറങ്ങിയിട്ടുണ്ട്. സോ നല്ല വൈബാണ്. സോ ഇപ്പോൾ ഏകദേശം സമയം പറയുകയാണെങ്കിൽ 6:21. നമ്മളവിടെ കയറി 1 മണിക്കൂറിനടുത്ത് എന്തായാലും എടുത്തിട്ടുണ്ടാവും ഇറങ്ങാനൊക്കെ കൂടിയിട്ട് ഒരര. ഓക്കെ, സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. സോ എന്തായാലും എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഡിങ്ങിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ അടുത്ത സ്പോട്ടിൽ. ഓക്കെ, subscribe now and press the bell icon. Never miss an update.